ഈ തിരുക്കർമ്മത്തിൽ സജീവമായിട്ട് പങ്കെടുത്ത് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും കാർമ്മികത്വം വഹിക്കാനായിട്ട് വന്നിരിക്കുന്നത്, ഇതിൻ്റെ വിവാഹ ആശീർവാദം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ ഐനിക്കലച്ചനാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് വാഴപ്പള്ളി അച്ഛനാണ്. സന്ദേശം നൽകുന്നത് ജോണി മേനാച്ചേരി അച്ഛനാണ്. പിന്നെ തുടർന്ന് ബഹുമാനപ്പെട്ട ജിൻഡോ കുറ്റിക്കാട്ടച്ചൻ, ബഹുമാനപ്പെട്ട ജിയോ ചിരിയങ്കണ്ടത്തച്ഛൻ, റിജോ തൈക്കാടനച്ചൻ, സിൻഡോ പൊന്തേക്കനച്ചൻ, പ്രകാശ് പുത്തൂരച്ചൻ, ഈ അച്ഛന്മാരൊക്കെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇടവക്കാരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഈ അച്ഛന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകം നമ്മുടെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. 2 സാക്ഷികൾ വേണം. ഇതിൻ്റെ സാക്ഷി ആരാ? ഒന്ന് കൈപൊക്കി. ആശയുടെ സാക്ഷി ഇവിടെയുണ്ട്. തിരുക്കർമ്മങ്ങളുടെ അവസാനത്തിലായിട്ട് ഒരു പൂവർ ഫണ്ടിലേക്കുള്ള ഒരു കളക്ഷൻ, ഒരു സ്തോത്ര കാഴ്ച നിർവഹിക്കാറുണ്ട്. അതിനും കൂടി എല്ലാവരും സഹകരിക്കണമെന്നുള്ള കാര്യം മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തെ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിരോധത്തെയും നീ മറന്നു കളയുക. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയിൽ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവരുടെ മേലങ്കി പുണ്യപുതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയിൽ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ ഒരു കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുകയില്ല എന്നുള്ള ചെതമിശുക നമുക്ക് ഭാരതീപമായിരിക്കട്ടെ. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവിനെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ശിവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ചിത്രഹനും ബലവാനമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കൂ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളോടുള്ള ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവും സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ലോരാശ്രയമെന്നലതാരി വന്നു നിറഞ്ഞു തുളുന്നിടുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ ശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു.
ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഇടവക വികാരി റാഫേലച്ച, പ്രിയമുള്ള സഹോദര വൈദികരെ, കൊച്ചച്ച, ഇന്നിൻ്റെ താരങ്ങളായ നിതിൻ, ആശ, അവരുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ മാത്രമേ അകലെ നിന്ന് വന്നിട്ടുള്ള ഒരു അതിഥിയുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സേവ്യറിൻ്റെ ഫാമിലിയോടുള്ള അടുപ്പം കൊണ്ട് മാത്രം. ജോൺസൺ അച്ഛൻ ഇവിടെ വികാരിയായിരിക്കുമ്പോഴാണ് ഈ ഇടവകയിൽ പലവട്ടം വരാനും ഇവിടെ ഒരു വാർഷിക ധ്യാനം നടത്താനും ഒക്കെ കഴിഞ്ഞത്. അന്ന് ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരു ഭവനമാണ് സേവ്യർ, ഷീല, നിതിൻ, നീയ, നിത്യയുടെ ഭർത്താവ്, പിന്നീട് പരിചയപ്പെട്ട ലിയോൺസ്. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ അച്ഛന് കാണാപ്പാടമാണ്. അപ്പോൾ ഇത്രയും അടുത്ത് പരിചയമുള്ള ഒരു ഭവനത്തിൽ കല്യാണം ക്ഷണിച്ചപ്പോൾ ജോൺസൺ അച്ഛൻ പറഞ്ഞു, ജോണിച്ചൻ എന്തായാലും വരണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അച്ഛന് വലിയൊരു പരിപാടിയുണ്ട്. പെങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്കൊക്കെ എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിധിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ വലിയൊരു ആഗ്രഹം, അഭിലാഷം, ആശ ഒരു കല്യാണമായിരുന്നു. ആ ആശയനെ തന്നെ കിട്ടി. ആശിച്ചതുപോലെ നിധിന് കിട്ടിയെങ്കിൽ ആശയ്ക്കും ആശിച്ചതുപോലെ നല്ലൊരു പയ്യനെ തന്നെ കിട്ടിയിരിക്കണേ. മിടുമിടുക്കനാണ് നിധിൻ. ജോൺസൺ അച്ഛൻ ഒരുപാട് നന്മകളാണ് എന്നോട് നിധിനെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ വളരെ മിടുക്കനായ ഒരു പയ്യനെ തന്നെയാണ് ആശയ്ക്കും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചതുപോലെ തമ്പുരാൻ നിങ്ങൾ രണ്ടുപേരെയും ഇന്ന് ഈ നിമിഷത്തിൽ ഈ അൾത്താരയുടെ മുമ്പിൽ യോജിപ്പിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിധിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെങ്ങന്മാരെ കണ്ടും കേട്ടും അവരുടെ ഒരുത്തിയുടെ വിവാഹം കഴിപ്പിച്ചും ഒക്കെ പരിചയിച്ചെങ്കിലും ഇനി നീയയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ നീയെ നമുക്ക് വിടേണ്ടതുള്ളൂ. ഈ സന്ദർഭത്തിൽ നിധിനോട് പ്രത്യേകം പറയാനുള്ളത്, ആശയ്ക്കും ഒരുപോലെ ഉൾക്കൊള്ളാവുന്ന 3 വാക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, PSC ടെസ്റ്റ് എഴുതാൻ പറയും. PSC ടെസ്റ്റ് എഴുതിയിട്ടുള്ളവരൊക്കെ ഇതിലുണ്ടാവും. PSC ടെസ്റ്റ് അത് അപ്പുറത്ത് നിൽക്കുന്നത് പോലെയല്ല, ഇപ്പുറത്തെ PSC വരാൻ പോണ. അച്ഛൻ പറയുന്ന PSCക്ക് വളരെ വ്യത്യസ്തമായ ഒരു ആശയമുണ്ട്. ഒന്നാമത്തെ P, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, നിധിനും പ്രാർത്ഥിക്കുന്നവനാണ്. ഇനി നിധിനും ആശയും ഒരുമിച്ചാണ് പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ വഴികാട്ടിയായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യവും അനുഗ്രഹപ്രദവുമായി തീരൂ. പ്രാർത്ഥിക്കുന്ന ഭവനത്തിലാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് എ പ്രയർഫുൾ ലൈഫ് ഇന്നലകൾ വരെയുള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ, ഊർജത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പള്ളിയിലൊക്കെ പോകുന്നത് ഇത്തിരി കുറവാണെങ്കിൽ ഇനി കൂടണം. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ബലിയർപ്പണത്തോടുകൂടി കഴിയുമെങ്കിൽ നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവ് നമുക്ക് തുണയായും ആശ്രയമായും എപ്പോഴും നമ്മോട് തോളോട് തോളുരുമ്മി കൂടെ വരുന്നുവെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്ക് മറ്റൊന്നും നേടാനില്ല ഈ ലോകത്തിൽ. അപ്പോൾ പ്രയർഫുൾ ലൈഫ് ആദ്യമായിട്ട്. രണ്ടാമത്തേത് എസ് ആണ്. എസ് എന്തെന്ന് നിധിൻ വിചാരിച്ചേക്കണ വാക്കും തെറ്റാണ്. ഒരു എസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? ആശ ഒന്ന് ചിരിച്ചോ, നീ ഇത്ര ഗൗരവത്തിലിരിക്കണമെന്നില്ല, ഒന്നൊത്തിരി പുഞ്ചിരിച്ചൊക്കെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. എസ് കുറേ വാക്കുകളുണ്ട്. സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ സാക്രിഫൈസ്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ വാക്കാണ് സാക്രിഫൈസ്. നിൻ്റെ ജീവിതം
യേശു സഭയ്ക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തതുപോലെ നിന്റെ ജീവിതം ഇനി ആശയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അവൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ നീ അനുഷ്ഠിക്കേണ്ടി വരും. ഒരുപാട് യാതനകളും വേദനകളും ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരും. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അത് ആർക്ക് വേണ്ടി ആയിരിക്കണം? ആശയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഇത് തന്നെയാണ് ആശ. ആശയ്ക്കിനി എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ആർക്കാ? നാട്ടിലുള്ള ചെറുപ്പക്കാർക്കൊന്നല്ല, നിധിന് മാത്രമാണ്. നിധിനാണ് നിന്റെ സ്വന്തമായിട്ട് നിന്റെ കൂടെ വസിക്കുന്ന, നിന്റെ കൂടെ നടക്കുന്ന, തോളോട് തോളൊരുമി നടക്കുന്ന നിന്റെ ഭർത്താവ്. അപ്പം ആശയും ഇതുപോലെ ഏത് കാര്യത്തിലും തുണയായി, ആശ്രയമായി, സാക്രിഫൈസ് ലൈഫ് അവന് വേണ്ടി നീയും നൽകണം. മൂന്നാമത്തെ വാക്കാണ് സി. അതെന്താണ്? കെയർ. അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ മറ്റുള്ള അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് ഭാര്യയും ഭർത്താവും ആലോചിച്ച് തീരുമാനിച്ച് ഓരോ കാര്യങ്ങൾക്ക് പോകാവൂ. അവളുടെ കാര്യങ്ങളിൽ അതുപോലെ തന്നെ നിതിൻ്റെ കാര്യങ്ങളിൽ ആശയ്ക്കും എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു വളരെ കെയർഫുൾ. അവർ എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പും ഒക്കെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തേ അവർ പോകാറുള്ളൂ. ചില കുടുംബങ്ങളിൽ നീ അവിടെ ഇരുന്ന് നീ ഒന്നും കാര്യം അന്വേഷിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന പഴയ അപ്പന്മാരോ അമ്മമാരോ ചിലരൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരുണ്ട്. നമ്മുടെ തലമുറകൾക്ക് അത് പാടില്ല. കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം മറക്കാതെ പരസ്പര ധാരണയോടെ, വിശ്വസ്തയോടെ, അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആ ഒരു നല്ല സങ്കല്പത്തോടുകൂടി നിങ്ങളുടെ ജീവിതം തുടങ്ങിയാൽ അവിടെ തീർച്ചയായിട്ടും നിറവുണ്ട്, നിലവുണ്ട്, കനിവുണ്ട്, തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹവുമുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ പരിശുദ്ധമ്മ മാധ്യസ്ഥം വഹിച്ച് അപേക്ഷിച്ചത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ്. ഒരാളുടെ വീട്ടിലെ സംഭവത്തിന് പരിശുദ്ധ അമ്മ അവിടെ നിറഞ്ഞു നിന്നുകൊണ്ട് മകനോട് അനുഗ്രഹം ചോദിച്ചു വാങ്ങിയില്ല എങ്കിൽ ആ കുടുംബത്തിനും കല്യാണത്തിന് വന്ന ചെറുക്കനായാലും പെണ്ണിനായാലും കുടുംബക്കാർക്കൊക്കെ മോശമായ പ്രതികരണമാണ് കേൾക്കുക. പക്ഷേ അമ്മ കണ്ടറിഞ്ഞ് ആരും പറയാതെ ചെന്ന് മകനോട് പറഞ്ഞ് അനുഗ്രഹം ചോദിക്കുന്നു. അമ്മ സംസാരിക്കുന്ന രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബൈബിൾ വായിച്ചപ്പോൾ. മകൻ്റെ അടുത്ത് എന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല, ഈ ഒരു വാക്കേ അമ്മ പറയുന്നുള്ളൂ. പിന്നെ പറയുന്നത് അമ്മയോടും മകനാണ് പറയുന്നത്, നമുക്കെന്താ കാര്യം, അത് അവരുടെ കാര്യമല്ലേ, നമ്മളിതിനെ ഉൾപ്പെടുന്നൊക്കെ. പക്ഷെ പിന്നെ അമ്മ തിരിഞ്ഞ് അപ്പുറത്ത് നോക്കിയപ്പോൾ വേലക്കാർ നിൽക്കുന്നു. അവരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഈ രണ്ട് വാക്കിനിടയിൽ പിന്നീട് നടക്കുന്നത് വലിയ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. കല്യാണത്തിന് വേണ്ടത് നമ്മുടെ എല്ലാ പരിപാടികളും വളരെ വിജയകരമായി മനോഹരമായി തീരണം. നിറകുടം തുളുമ്പുകയില്ല എന്ന് പറഞ്ഞ പോലെ കൽഭരണികളിൽ കോരിവെച്ച 6 കൽഭരണികളിലും വെള്ളത്തെ പരിശുദ്ധമായി വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ കർത്താവ് അതുവഴി ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന നിർഭാഗ്യാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ആ കുടുംബത്തിൽ വിവാഹിതരാകുന്നവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലായിരിക്കണം എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവിടുന്ന് നിറകുടം നിറഞ്ഞു തുളുമ്പത്തക്ക വിധത്തിൽ വീഞ്ഞാക്കി മാറ്റിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണ് പിന്നീട് വരാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഈശോയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ ഈശോയുടെ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഇപ്പോഴും ഈ ബലി അർപ്പിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് യേശുവും പരിശുദ്ധമ്മയും നിങ്ങൾ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഞങ്ങളെല്ലാ അച്ഛന്മാരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പ്രാർത്ഥനാശംസകൾ, മംഗളങ്ങൾ നിതിനും ആശയ്ക്കും അച്ഛൻ പ്രത്യേകം നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ വേഗത്തിൽ തമ്പുരാൻ സ്വീകരിക്കുന്നു. ചെറുപ്പവുമുള്ള നല്ല യുവത്വം തുളുമ്പുന്ന 2 യുവമിഥുനങ്ങളാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ അച്ഛന്മാരെയും കൂടി ഓർക്കുക. നമുക്കൊന്ന് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പ്രധാന കർമ്മത്തിലേക്ക്, ഇവരെ അൾത്താരയുടെ മുമ്പിൽ വിവാഹിതരായി ഉയർത്തുന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ.
നിന്റെ മണവാട്ടിയായി സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായി ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മവിരുദ്ധനായി സകലയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായി കുടുംബം ജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണത്തിന് വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനയായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മീ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവർ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവർ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദുർക്രമങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരി, ഈ വധുരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹ ആശീർവാദ കർമ്മത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിവാഹം ഒരു ഉടമ്പടിയാണ്, ഒരു കോൺട്രാക്റ്റ്. ഉടമ്പടിയിൽ ദർ ഇസ് എ പ്രൊപ്പോസൽ, ഇസ് എഗ്രിമെൻറ്റ് ആൻഡ് ആക്സെപ്റ്റൻസ്. പ്രൊപ്പോസലും എഗ്രിമെൻറ്റും കഴിഞ്ഞു, ഇനി ആക്സെപ്റ്റൻസിന് പോകുകയാണ്. നിങ്ങൾ നിതിൻ, ആശ, നിങ്ങളുടെ പേരുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ
ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ തിരുക്കർമ്മത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. നിത്യൻ മിശിഹായുടെ നിയമവും തിരുസഭാ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആശയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ആശ മിശിഹായുടെ നിയമവും തിരുസഭാ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിധിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. യെസ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുവിൻ. ഷെയ്ക്ക് ഹാൻഡ്. വലത്തുകരം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി ദിവസബദ്ധമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രത്യേകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വാസത്തിൽ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇത് മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെ അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന് സ്തുതി അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ സ്വസ്ഥം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. Thank you.
നിധിനും ആശയും വിവാഹിതരായി കഴിഞ്ഞു. അവർ വിവാഹത്തിൻ്റെ പ്രതിജ്ഞ ചൊല്ലി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. രണ്ടുപേരും പ്രതിജ്ഞാവാചകം ചെല്ലുത്തരുമ്പോൾ ഏറ്റു ചൊല്ലണം. ചൊല്ലിയാൽ മാത്രം പോരാ, മനസ്സിരുത്തി ഹൃദയസ്ഥമാക്കുകയും വേണം. അതനുസരിച്ച് തുടർന്ന് ജീവിക്കുകയും വേണം കേട്ടോ. മറക്കരുത്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആസ്വാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവർ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. വിവാഹത്തിൻ്റെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞു. ഇനി തുടർന്ന് വിശുദ്ധ കുർബാന തുടരുകയാണ്.
ആത്മജനം ദിവ്യഹാക്യം തുതിയെന്നും ദിവാംബുകയും മാറിയാസേപ്പിനെയും സാഗരമൂർത്തിട പാവനമേ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികീസ്മാരും മേധാവിഷന്മാരും മെത്രാപൊലിത്താമാരും മെത്രാമാരുമായ നൺപിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകം ഏർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം തന്റെ വിശുദ്ധേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകമുഴുവന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാന്തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം തച്ചതയും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ഞങ്ങളോട് കൂടെ, അങ്ങയുടെ ആത്മാവോട് കൂടെ.
സഹോദരി മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തയോടും കൂടി കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഉടനഷ്ടിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ ഹൃദയം ദൈവപിതാവിൻ സ്നേഹമതും സുഹാത്തൻ സഹവാസവുമേ നമ്മോടൊത്തും ഉണ്ടാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സുഖവാസികളുടെ ആയിരങ്ങളും മലാഖമരപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും സാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും അകലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം
തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങൾ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും ആരാധന സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലിത്താക്കും ഞങ്ങളുടെ ദ്രവിത അധ്യക്ഷനായ മറാൻഡൂസ് മെത്രാപ്പൊലിത്താക്കും പുരോഹിതന്മാരും ശംശാനമാ സമർപ്പിതരാൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനുവാൻ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ ജനത്തിനും വിശേഷ ഇന്നത്തെ വിവാഹിതരായ നിതിനും ആശയ്ക്കും അവരുടെ മാതാപിതാക്കന്മാർക്കും അവരുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും ഇവരുടെ ഭാവി ജീവിതത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ആവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ അങ്ങ് അയച്ചുവെന്ന് ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാ വന്ന ജീവിതായകമായ സുവിശേഷം വഴി വിശുമാമോദീസയുടെ സജീവൻ ജീവിതായും മലയാളത്താലും ഒത്തിരി തരം പരിശുദ്ധ കത്തോലിക്ക ആസയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു വന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോയുടെ പീഡാനുഭവത്തിനും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും താനത്തിൻ്റെയും മാന്യവും ഭയഭക്തനും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങ് ദാസന്മാരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിന് ആശീർവദിക്കുകയും പൗത്രീകരിഞ്ഞിട്ട് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളും അതിനത്തിനും മരിച്ചവരുടെ ഉറപ്പിൽ വ്യത്യാസിക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും മതിച്ച് സ്വർഗരാജ്നാമ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മാന്യമയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അംഗീകൃതം അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതം കൊണ്ട് നാമത്തിന് സ്തുതിയും ബഹുമാനവും ജനതയും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്തവണ്ണം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ ഗാനകീർത്തനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുസ്ഥവും പരിശുദ്ധവും ജീവിതവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളത് ആവശ്യം അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായ്മയപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആവശ്യം ശരകൃപയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയായി ശ്രമിക്കാം. അനുതാപനത്തോടെ അവരാന്ന് പിന്തിരിഞ്ഞ് പാലം ക്ഷമിച്ചും സതികൾ ക്ഷമിച്ചുകൊണ്ട്
നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവനെയും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും ഹരണവും വെടിഞ്ഞ് നമ്മൾ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂട്ടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കട്ടെ രക്ഷിക്കുകയും കാരണമാകട്ടെ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മൗനതമായ ദൈവം അങ്ങേ സ്വർഗരാജ്യത്താൽ വിശുദ്ധം സ്തുതിക്കുവാൻ ഞങ്ങൾ അത്തരങ്ങളും പൗത്രീകരിക്കണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവിന്റെ കാരണം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം എന്നേക്കും അങ്ങയുടേതാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും സകലർത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരി സഹോദര ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അടുത്തേക്ക് മാനിച്ചുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിസ്ഥാനോട് വാർത്ത സുത്തൂറും പശുത്വവും ജീവകം ദൈവികമായ ഇരേശനം സംഭവിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ ഇവരുടെ നമുക്ക് എല്ലാവർക്കും ഇടതാ ദൈവത്തിന് സുഹൃത്തിനെ സമർപ്പിക്കാം. മൈതാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവയെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും ഇവരുടെ കൂടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയെ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാപനാശീർവാദം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് നിധിനോടും ആശയോടും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായി എന്നും സ്തോത്രങ്ങൾ. പാരിതിനാഥനായി അങ്ങ് ഞങ്ങൾ എന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകും അങ്ങയെ ആരാധിക്കുന്നു പാരകേ, ആരാധിക്കുന്നു പാരകേ. പിന്നെ സർവവാസികൾ സർവരും സർവവും കോരി സാമിവന്നവും സർവസംഗീതം കേൾക്കുന്നു. സൈന്യാധീശനായി ദൈവം സംശുദ്ധ
അങ്ങേ സ്നേഹിതം ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസഭയിൽ സ്ഥാപിച്ച വിവാഹമെന്ന കുദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന നിതിനെയും ആശയെയും ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മിക ഭൗതികമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന് മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. ും
Well, now, really, when we go back to falling in love and say it's crazy. Insane, inside, the danger gets me high. Can't help myself, got secrets I can't tell. I love the smell of gasoline. I light the match to taste the heat. I've always liked to play with fire.